സുധിച്ചേട്ടൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കാരണം സുധിച്ചേട്ടൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ വീട്ടിൽ താമസിക്കുക, കുഞ്ഞുങ്ങളെ സ്വന്തം എന്താ പറയുക നന്നായിട്ട് നോക്കുക, നന്നായിട്ട് അവരെ പഠിപ്പിക്കുക, അവരെ മുന്നോട്ട് വളർത്തുക. ഇതൊക്കെയായിരുന്നു എൻ്റെ സുധിച്ചേട്ടൻ്റെ സ്വപ്നം. അത് ഞാൻ എന്തായാലും ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിന് ഏട്ടൻ്റെ മീശ അയ്യോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു സുധിച്ചേട്ടാ, മിസ് യു. വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഇവോൾവിംഗ് ബ്രാൻഡിനെ കുറിച്ചാണ്. ആരാണെന്ന് അറിയാലോ? നമ്മുടെ ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെ നിന്ന് സെന്റിമെന്റ്സ് എന്നുള്ള ഇന്ധനം അടിച്ച് വൻകിട ഉദ്ഘാടനങ്ങളിലേക്കും വിദേശ യാത്രകളിലേക്കും പറന്നുയരുന്ന രേണു സുധി എന്ന ഫീനിക്സ് പക്ഷിയെ കുറിച്ചാണ്. പക്ഷെ ഈ പറക്കലിനിടയിൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ, ചേച്ചി ആ പഴയ ചിറകുകൾ എവിടെ പോയി എന്നുള്ളത്. എന്തായാലും അതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. രേണു ചേച്ചി ഇപ്പോൾ പറയുന്നത് എന്താണ്? പുതിയൊരു കൂട്ട് വന്നാൽ പേരിൽ നിന്ന് സുധിയൊക്കെ മാറ്റിക്കളയുമെന്നാണ്. കൊള്ളാമല്ലേ? പക്ഷെ ഒരു ചെറിയ സംശയം. കഴിഞ്ഞ 2 വർഷമായിട്ട് ആ പേരും ആ പഴയ സഹതാപവും വെച്ചല്ലേ നമ്മൾ ഈ ഒരു കണ്ട ആൽബങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ കണ്ടത്. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ ഓർമ്മകൾ നിലനിർത്താൻ പേര് ചേർക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ സുധി എന്നത് ഒരു ഓർമ്മയേക്കാൾ ഉപരി ഒരു എൻട്രി പാസ് ആയിരുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. പ്രോജക്റ്റ് തീർന്നു, ഇനി ബ്രാൻഡിങ് മാറ്റാം എന്നുള്ള ഈ ഒരു കോർപ്പറേറ്റ് ബുദ്ധി സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇതിനെ നമുക്ക് റീബ്രാൻഡിങ് ഓഫ് ഇമോഷൻസ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും അല്ലേ? ഇനിയാണ് ആൽബത്തിലെ രംഗങ്ങളെ കുറിച്ച്, അതായത് ആൽബത്തിലെ രംഗങ്ങളെ കുറിച്ചൊക്കെ മാധ്യമ പ്രവർത്തകർ ചോദിക്കും. മാധ്യമല്ല, കുറെ ഓൺലൈൻ പ്രവർത്തകർ ഇവരെ കൂടി നിൽപ്പുണ്ട്. അവർ ചോദിച്ചപ്പോൾ നമ്മുടെ ചേച്ചി പറഞ്ഞ മറുപടി എന്താണ്? അതിലിത്ര ചൊറിയാൻ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. ചേച്ചി ആരും ചൊറിയാൻ വരുന്നതല്ല. പക്ഷെ 1 വർഷം മുൻപ് നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കണ്ണുനീർ വാർത്ത് എനിക്ക് സുധിച്ചേട്ടൻ ഇല്ലാതെ വയ്യ എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച കുറേയേറെ മലയാളി പ്രേക്ഷകരുണ്ട്. എന്തായാലും അവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഇന്റിമേറ്റ് മാറ്റം കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അതിനെയാണ് നിങ്ങൾ ഈ ഒരു ചൊറിച്ചിൽ എന്ന് വിളിക്കുന്നത്. അത് മാത്രമല്ല, പുള്ളിക്കാരി സിനിമയിലെ നടിമാരെ പോലെ ആണ് എന്നുള്ളൊക്കെ കമ്പാരിസനൊക്കെ നടത്തുന്നുണ്ട് കേട്ടാ. അങ്ങനെ പറയുന്നതിൽ ഒരു കുഴപ്പമുണ്ട്. നടിമാർ അഭിനയിക്കുന്നത് സ്ക്രിപ്റ്റ് പ്രകാരമാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ അഭിനയിച്ചത് ഞങ്ങളുടെ ഒരു വികാരം വെച്ചാണോ എന്ന് തോന്നിയാൽ അതിനെ പ്രേക്ഷകരെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്രയും ബോൾഡ് ആയ ഒരാൾക്ക് അന്ന് എന്തിനായിരുന്നു ഈ ഒരു സെന്റിമെന്റ്സ് കാർഡ്? ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് വീടിന്റെ കാര്യമാണ് കേട്ടോ. സുധിച്ചേട്ടന്റെ കുടുംബത്തിന് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം വേണമെന്ന് പറഞ്ഞ് സുമനസ്സുകൾ നൽകിയ ആ ഒരു വീട് ഇപ്പോൾ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞാൽ ആ വീട്ടിൽ നിൽക്കില്ല എന്നുള്ളത്. അതായത് പുതിയ ഒരാൾ വരുമ്പോൾ പഴയ വീടും വേണ്ട, പഴയ പേരും വേണ്ട, പഴയ ഓർമ്മകളും വേണ്ട. പക്ഷെ ആ പേരുപയോഗിച്ചുണ്ടാക്കിയ പ്രശസ്തിയും പണവും മാത്രം മതി. ഇതിനെയാണ് നമ്മൾ സൗകര്യപൂർവ്വമുള്ള വിസ്മൃതി എന്ന് പറയുന്നത്. മക്കളെ നോക്കാൻ ഒരാൾ വേണമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ ആ മക്കളുടെ അച്ഛന്റെ പേര് പോലും മാറ്റാൻ കാണിക്കുന്ന ആ ഒരു ആവേശമുണ്ടല്ലോ, അത് സമ്മതിച്ചു തരണം ചേച്ചി. അതിജീവനം എല്ലാവർക്കും വേണം, പക്ഷെ അത് മറ്റൊരാളുടെ ചിതയിലെ കനലിനെ ചവിട്ടിക്കൊണ്ടാകരുത്. രേണു സുധി എന്ന വ്യക്തിക്ക് ഇനിയും വിദേശത്ത് പോകാം, ഇനിയും വിവാഹം കഴിക്കാം. പക്ഷെ നാളെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയരുത്. കാരണം നിങ്ങളെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. എന്തായാലും അന്ന് കൊല്ലം സുധി മരിച്ചപ്പോൾ കരഞ്ഞ രേണുവിനെ അല്ല, സുധിച്ചേട്ടന്റെ ഓർമ്മകൾ ചിരിച്ചു തള്ളുന്ന രേണുവിനെയാണ് ഇപ്പോൾ പ്രേക്ഷകരും കാണുന്നത്. നമുക്കറിയാലോ, അന്ന് കൊല്ലം സുധിയുടെ ആ മരണ ടൈമില് ഒരു പാവം വീട്ടമ്മ എന്ന ഇമേജിലായിരുന്നു രേണു. എന്നാൽ ഇന്നാണെങ്കിൽ ആ ഒരു ഇമേജ് അവർ പൂർണ്ണമായിട്ടും അഴിച്ചു മാറ്റിയിരിക്കുന്നു. തുടർച്ചയായിട്ട് ആൽബങ്ങളും ഉദ്ഘാടനങ്ങളും മോഡേൺ ഫോട്ടോഷൂട്ടുകളും എന്നിവയിലേക്ക് താൻ ഒരു സ്വതന്ത്രയായ സെലിബ്രിറ്റി ആണെന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. സുധിയുടെ പേര് ഒരു ലോഞ്ചിങ് പാഡായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ സ്വന്തം നിലയിൽ ഒരു ബ്രാൻഡായിട്ട് മാറാനുള്ള ശ്രമത്തിലാണ് രേണു. വിവാഹം, പേര് മാറ്റം, വീട് മാറാനുള്ള തീരുമാനം എന്നിവയെ 2 രീതിയിൽ നമുക്ക് കാണാം. പ്രായം കുറവായതുകൊണ്ട് തന്നെ മക്കളുടെ ഭാവി നോക്കേണ്ടത് കൊണ്ടും ഒരു തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് സ്വാഭാവികമാണ് അല്ലെ? പക്ഷെ ആളുകൾക്കിടയിൽ വിമർശനം ഉയരുന്നത് രേണുവിന്റെ ടൈമിങ്ങിനെ ചൊല്ലിയാണ്. സുധിയോടുള്ള സ്നേഹം കൊണ്ടും ആ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണ്ടുമാണ് പലരും വീട് വെച്ച് നൽകാനും അവസരങ്ങൾ നൽകാനും ഒക്കെ മുന്നോട്ട് വന്നത്. എന്നാൽ എല്ലാം കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് എന്റെ വഴി, സുധിയുടെ പേരും വേണ്ട വീടും വേണ്ട എന്ന് പറയുന്നത് ഒരുതരം അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമാണ്. എന്തായാലും രേണുവിന്റെ ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ്.
താൻ എന്ത് ചെയ്താലും ആളുകൾ വിമർശിക്കുമെന്നും ഏറിൽ കയറുമെന്നും അതിലൂടെ തനിക്ക് കൂടുതൽ റീച്ച് കിട്ടുമെന്നും അവർക്കറിയാം. ചൊറിയുന്നവർ ചൊറിയട്ടെ എന്ന നിലപാടെടുക്കുന്നതിലൂടെ വിമർശകരെ വെല്ലുവിളിക്കും. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം വരുമാനം വർദ്ധിപ്പിക്കുകയുമാണ് രേണു ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ രേണു സുധി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് സാമ്പത്തിക ഭദ്രതയും സ്വതന്ത്രമായിട്ടുള്ള ജീവിതവുമാണ്. അതിനിടയിൽ സുധിയുടെ ഓർമ്മകളോ ആളുകളുടെ സെന്റിമെന്റ്സോ തനിക്ക് തടസ്സമാകരുത് എന്നവർ തീരുമാനിച്ച മട്ട് തന്നെയാണ്. ഇവിടെ പോസിറ്റീവായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്ത്രീ തന്റെ ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം കെട്ടിപ്പടുക്കുന്നുണ്ട്. പക്ഷെ നെഗറ്റീവായിട്ട് കണ്ടാലോ, ഒരു മനുഷ്യന്റെ വിയോഗത്തിലൂടെ കിട്ടിയ പ്രശസ്തിയും ആനുകൂല്യങ്ങളും അത് അനുഭവിച്ചതിന് ശേഷം അയാളെയും അയാളുടെ ഓർമ്മകളെയും പടിക്ക് പുറത്താക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് ഒരു പക്ഷേ സുധിയുടെ ഓർമ്മകളില്ലാത്ത പുതിയൊരു കുടുംബത്തിലേക്കും വിദേശ യാത്രകളിലേക്കും മാത്രമായിട്ട് ഒതുങ്ങുന്ന രേണുവിന്റെ സ്വകാര്യ സാമ്രാജ്യത്തിലേക്കാണ് എന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രേണു സുധി നന്ദികേടിന്റെ ഒരു ആൾരൂപമാണ് എന്ന് നമുക്കറിയാലോ. സഹായിച്ചവരെയൊക്കെ ചവിട്ടി മെതിച്ച് അയാളെ അത്രത്തോളം ഹീനമാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് രേണു സുധി ചെയ്യുന്നത്. ചിലർക്ക് നന്ദി എന്നത് നിഘണ്ടുവിലെ ഒരു വാക്ക് മാത്രമാണെന്ന് ഈ ഒരു കാര്യത്തിൽ നമുക്ക് തീർച്ചയാക്കാല്ലേ. കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം, അതായത് കരഞ്ഞു മെഴുകി കിട്ടിയ പ്രശസ്തിയും പണവും ഉപയോഗിച്ചാണ് ഇന്ന് ഈ ഒരു ആട് ജീവിതം നയിക്കുന്ന രേണു സുധിയുടെ യഥാർത്ഥ മുഖം കേരളം കാണുകയാണ്. സുധിച്ചേട്ടൻ എന്ന മനുഷ്യൻ തന്റെ ജീവിതം കൊണ്ട് സമ്പാദിച്ച ജനപ്രീതിയെ ക്യാഷ് ചെയ്ത് ഇന്ന് സഹായിച്ചവരെ മുഴുവൻ പരസ്യമായിട്ട് അപമാനിക്കുന്ന ഈ രീതിയെ നന്ദികേടെന്നല്ല, ക്രൂരത എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അറിയാലോ, നോബൽ ഫിലിപ്പ് അച്ഛനെയും അതുപോലെ ഫിറസ് കുന്നംപുറ, അവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. രേണുവിനൊക്കെ അവർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അനാഥമായി പോയ ഒരു കുടുംബത്തിനെ തണലൊരുക്കാൻ സ്വന്തം സമയവും അധ്വാനവും മാറ്റി വെച്ചവരാണ് ഇവർ. അവര് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മാറിക്കൊടുത്ത പണം കൊണ്ട് തന്നെയാണ് ഇന്ന് രേണു ആഡംബര ജീവിതം നയിക്കുന്നത്. എന്നിട്ടിപ്പോൾ രേണു പറയുന്നത് എന്താണ്? അവരൊക്കെ പുറത്തുള്ളവരാണ്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന്. ചേച്ചി, അന്ന് ഇവർ സഹായിച്ചപ്പോഴും അന്ന് അവർ പുറത്തുള്ളവരായിരുന്നില്ലേ? അന്ന് അവർ തന്ന വീടും പണവും വാങ്ങുമ്പോൾ ഈ ഒരു പ്രൈവസി തോന്നിയില്ലേ? സഹായിച്ച കൈകൾക്ക് തന്നെ കടിക്കുന്ന ഈ ഒരു സ്വഭാവം ഒരു തരം ക്രിമിനൽ ബുദ്ധിയാണ്. എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അവരെ കറിവേപ്പില പോലെ വലിച്ചെറിയാൻ കാണിച്ച ആ മനസ്സ് എത്രമാത്രം വിഷലിപ്തമാണ് അല്ലെ? എന്തായാലും സുധിച്ചേട്ടന്റെ ഓർമ്മകളെ നിങ്ങൾ ഒരു കച്ചവട വസ്തുവായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ പോസ്റ്റും പറയുന്ന ഓരോ വാക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ്. വിവാഹം കഴിഞ്ഞാൽ സുധിയുടെ പേര് മാറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ സുധിച്ചേട്ടനെ അല്ല, അദ്ദേഹത്തെ സ്നേഹിച്ച ലക്ഷക്കണക്കിന് മലയാളികളെയാണ് വെല്ലുവിളിക്കുന്നത്. ആ പേരും ആ വീടും നിങ്ങൾക്കൊരു ഭാരമാണെങ്കിൽ അത് ഉപേക്ഷിച്ച് വെക്കൂടെ? അതല്ല, അത് നൽകിയ പ്രശസ്തിയും പണവും ഒക്കെ വേണം, പക്ഷെ ആ പേര് നൽകിയ ഉത്തരവാദിത്വങ്ങൾ വേണ്ട. ഇതെന്ത് തരം ഇരട്ടത്താപ്പാണ്? ആൽബത്തിലെ ചൊറിയുന്ന സീനുകൾ അഭിനയിക്കാൻ കാണിക്കുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് സഹായിച്ചവരോടും ഒരു വാക്ക് നന്ദി പറയാൻ എന്തേ ഉണ്ടാകുന്നില്ല? സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ നോക്കിയാൽ അറിയാം രേണുവിന്റെ ഗ്രാഫ് എവിടെയാണ് എന്നുള്ളത്. സിമ്പതി കിട്ടാൻ സുധിച്ചേട്ടനെ വിറ്റു, ഇനി അടുത്തത് ആരാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നന്ദികേടിന് അവാർഡ് ഉണ്ടെങ്കിൽ അത് രേണുവിനെ നൽകണമെന്ന് പറയുന്ന പ്രേക്ഷകർ നിങ്ങളെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുകയല്ല, മറിച്ച് നിങ്ങൾ കാണിച്ച വഞ്ചനയോട് പ്രതികരിക്കുകയാണ്. ജനങ്ങളെ വെഡ്ഡികളാക്കാം എന്ന് കരുതണ്ട, കരഞ്ഞു കാണിച്ചാൽ വീണ്ടും പണം തരും എന്ന് വിചാരിച്ചിടത്താണ് രേണുവിന് തെറ്റിയത്. ഇന്ന് ആ കണ്ണീരിന് വില എത്രയാണെന്നറിയാമോ? വെറും വട്ടപ്പൂജ്യം. ഇനി UK പോയാലും ശരി, മറ്റൊരു വിവാഹം കഴിച്ചാലും ശരി, സുധിച്ചേട്ടൻ എന്ന പുണ്യാത്മാവിന്റെ നിഴലിൽ നിന്നാണ് നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയതെന്നുള്ള സത്യം മാലോകർക്കും അറിയാം. സഹായിച്ച നോബലിനെയും അതുപോലെ ഫിറോസിനെയും നിങ്ങൾ അപമാനിക്കുമ്പോൾ തകരുന്നത് നിങ്ങളുടെ തന്നെ വ്യക്തിത്വമാണ്. സുധിച്ചേട്ടന്റെ ആത്മാവ് പോലും ഈ നന്ദികേട് കണ്ട് പൊറുക്കത്തില്ല. എന്തായാലും ഇപ്പോൾ എയറിലാവുന്നത് രേണുവിന് ഒരു വിനോദം മാത്രമാണ്. കാരണം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വ്യൂസ് കിട്ടണം, പണം വരണം. അതിനായിട്ട് സുധിച്ചേട്ടന്റെ ചരമ വാർഷികം മുതൽ ഇന്റിമേറ്റ് സീനുകൾ വരെ ഇവർ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മക്കളെ നോക്കാൻ ഒരാൾ വേണമെന്ന് പറയുന്ന രേണു സഹായിച്ചവരെ തള്ളി പറയുമ്പോൾ ആ മക്കൾക്ക് നൽകുന്ന മാതൃക എന്താണ്? സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ കിട്ടിയ ഒരു സഹതാപം ഇന്ന് രേണു സ്വയം കുഴിച്ചുമൂടിയിരിക്കുകയാണ്. ഒന്ന് ഓർമ്മിക്കുക, ജനങ്ങൾ തന്ന ഈ സിമ്പതി ഉണ്ടല്ലോ, അതൊരു വെട്ടം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ബിഷപ്പിനെയും അതുപോലെ ഫിറോസിനെ പോലെയുള്ള മനുഷ്യ സ്നേഹികളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ പടുത്തുയർത്തുന്ന ഈ ഒരു UK സ്വപ്നങ്ങളും ആൽബം കരിയറും സുധിച്ചേട്ടൻ എന്ന മനുഷ്യന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ്. എന്തായാലും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രതിഷേധം കേവലം ഒരു വ്യക്തിഹത്യ അല്ല, മറിച്ച് മലയാളി പ്രേക്ഷകരുടെ വിശ്വാസ വഞ്ചനക്കെതിരെയായിട്ടുള്ള പ്രതികരണമാണ്. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് രേണു പങ്കുവെച്ച ഓരോ വീഡിയോയും ജനങ്ങൾ നെഞ്ചേറ്റിയതും ആ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാൽ സാമ്പത്തിക ഭദ്രതയും പ്രശസ്തിയും നേടിയെടുത്തതിനു ശേഷം
എനിക്ക് ആരോടും നന്ദിയില്ല എന്ന ഭാവം വന്നപ്പോൾ ജനങ്ങൾ ആ പഴയ ഇരവാദത്തെ തിരിച്ചറിഞ്ഞു. നോബിൾ ഫിലിപ്പിനെയും ഫിറോസ് കുന്നംപറമ്പിനെയും പോലെയുള്ളവർ ഈ ഒരു കുടുംബത്തെ താങ്ങാൻ വന്നത് സ്വന്തം പ്രശസ്തിക്കൊന്നുമല്ല. അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്നതിലൂടെ രേണു കാണിച്ചത് യൂസ് ആൻഡ് ത്രോ സംസ്കാരമാണ്. എന്തായാലും ഇത് വരും കാലങ്ങളിൽ അർഹരായവർക്ക് ലഭിക്കേണ്ട സഹായങ്ങളെ പോലും തടയാൻ കാരണമാകുമെന്നുള്ള വലിയ ആശങ്ക സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്നുണ്ട്. പേര് മാറ്റും, വീട് വിട്ടിറങ്ങും, ഇന്റിമേറ്റ് സീനുകൾ കഥാപാത്രത്തിന് വേണ്ടിയാണ് തുടങ്ങിയ ന്യായീകരണങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് ദഹിക്കുന്നില്ല. കാരണം ഈ ഒരു ബോൾഡ്നെസ് അന്ന് സഹായം ചോദിക്കുമ്പോൾ എന്തേ കണ്ടില്ല എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. സുഹൃത്തുക്കളെ, രേണുസുധയുടെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അത് സ്വന്തം ലാഭങ്ങൾ മാത്രം നോക്കിയിട്ടുള്ള ഒരു യാത്രയാണ്. അതിജീവനവും രണ്ടാം വിവാഹവും ഒക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ്. അതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ ആ യാത്രയുടെ ഇന്ധനം മരിച്ചുപോയ ഒരാളുടെ ഓർമ്മകളും സഹായിച്ചവരുടെ കണ്ണീരുമായിരിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും മറ്റുള്ളവരുടെ സ്നേഹവും സഹതാപവും കൊണ്ട് പടുത്തുയർത്തിയ ഈ ഒരു സാമ്രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ആ സ്നേഹം തന്നവരെ തന്നെ പുച്ഛിക്കുന്നത് അങ്ങേയറ്റത്തെ നന്ദികേടാണ്. പണം വരും, പ്രശസ്തി വരും, UK യാത്രകളും വരും. പക്ഷേ ഒരിക്കൽ കൈവിട്ട് പോയ ഒരു വിശ്വാസവും അതുപോലെ നന്ദിയും പിന്നെ എത്ര കോടി കൊടുത്താലും തിരിച്ചു കിട്ടില്ല. നോബിളിനെയും ഫിറോസിനെയും പോലെയുള്ള മനുഷ്യ സ്നേഹികളെ അപമാനിക്കുന്നതിലൂടെ നിങ്ങൾ വഞ്ചിച്ചത് നിങ്ങളെ സഹായിക്കാൻ കൈകോർത്ത ലക്ഷക്കണക്കിന് സാധാരണക്കാരെയാണ്. സുധിച്ചേട്ടൻ എന്ന പുണ്യാത്മാവിനോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയും ഇത് തന്നെയാണ്. ഓർക്കുക, കാലം എല്ലാത്തിനും സാക്ഷിയായിട്ടുണ്ട്. വിതച്ചതേ കൊയ്യൂ.